തിന്മയുടെ അജ്ഞതകളെ അകറ്റി അറിവിൻ്റെ പ്രകാശത്തെ വരവേൽക്കുന്ന ആഘോഷമാണ് ദീപാവലി. ഇന്ത്യയിലുടനീളം ഹിന്ദു, സിഖ്, ജൈനമത വിശ്വാസികൾ വിളക്ക് തെളിയിച്ചും മധുരം കൈമാറിയും പടക്കം പൊട്ടിച്ചും ദീപാവലി ആഘോഷമാക്കുന്നു. തുലാമാസത്തിലെ അമാവാസി ദിനമാണ് ദീപാവലിയായി കണക്കാക്കുന്നത്. ഈ വർഷം ഒക്ടോബർ 31 ദീപാവലി. മൺചെരാതുകളിലും വിളക്കുകളിലും ദീപം കൊളുത്തിയാണ് വെളിച്ചത്തെ ദീപാവലി നാളിൽ ഉത്സവമാക്കി മാറ്റുന്നത്. ദക്ഷിണേന്ത്യയിൽ ഒരേ ഒരു ദിവസത്തെ ആഘോഷമാണെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഇത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ദീപാവലി ആഘോഷങ്ങളും ഐതിഹ്യങ്ങളും പ്രാദേശികമായി വൈവിധ്യം നിറഞ്ഞതാണ്. രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യയിലേക്ക് തിരികെ എത്തിയ ശ്രീരാമനെ വരവേറ്റ ദിവസത്തിന്റെ സ്മരണ പുതുക്കലായും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. വിജയദശമി നാൾ രാവണനെ വധിച്ച ശ്രീരാമൻ കുറച്ചു ദിവസങ്ങൾ കൂടി ലങ്കയിൽ നിന്നു. രാവണന്റെ അനുജനായ വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്ത ശേഷം പരിവാരസമേതം അയോധ്യയിലേക്ക് പുറപ്പെട്ട രാമൻ ഒരു കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് അയോധ്യയിൽ തിരികെ എത്തുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ തിരികെ എത്തുമ്പോൾ അതിഗംഭീരമായ വരവേൽപ്പാണ് രാജ്യമൊരുക്കിയത്. അലങ്കരിച്ച രഥത്തിൽ സാവധാനം നീങ്ങിയ ശ്രീരാമനെ രാജപാതയുടെ ഇരുവശത്തും ദീപാലങ്കാരങ്ങളോടുകൂടിയാണ് സ്നേഹസമ്പന്നരായ അയോധ്യവാസികൾ സ്വീകരിച്ചതെന്നാണ് ഒരു ഐതിഹ്യം. ഈ മഹാസ്വീകരണത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ദീപാവലി. മറ്റൊരു ഐതിഹ്യപ്രകാരം നരകാസുരനെ മഹാവിഷ്ണു നിഗ്രഹിച്ച ദിവസമെന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരൻ നാരായണാസ്ത്രം ലഭിച്ചതോടെ അതിക്രൂരനും ബലാത്കാരിയുമായി മാറി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നരകാസുരന്റെ ക്രൂരതയ്ക്കിരയായി. ഒരു ദിവസം സ്വന്തം ശക്തിയിൽ അഹങ്കാരിയായ നരകാസുരൻ ദേവേന്ദ്രന്റെ താമസ സ്ഥലത്ത് ചെന്ന് സ്ഥാനചിഹ്നങ്ങളായ വെൺകൊറ്റക്കുടയും കിരീടവും കൈക്കലാക്കുകയും ഇന്ദ്രന്റെ അമ്മയായ അതിഥിയുടെ വൈരക്കമ്മലുകൾ കൈക്കലാക്കുകയും ചെയ്തു. ഇതിൽ ഭയന്ന ഇന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു. തുടർന്ന് മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം ഗരുഡാരൂഢനായി പ്രാഗം ജ്യോതിഷത്തിലെത്തുകയും നരകാസുരനുമായി യുദ്ധം ചെയ്യുകയും അർദ്ധരാത്രി കഴിഞ്ഞയുടൻ നരകാസുരനെ വധിക്കുകയും ചെയ്തു. നരകാസുരവധത്തിൽ ആനന്ദത്തിലായ ദേവന്മാർ ദീപങ്ങളോടും കരഘോഷത്തോടും മധുരപലഹാരത്തോടും കൂടി ആ ദിനം ആഘോഷിച്ചു. അതിൻ്റെ സ്മരണയുടെ ചുവടുപിടിച്ചാണ് ദീപാവലി ഭൂമിയിലും പ്രകാശപൂർണമായ ഒരാചാരമായി മാറിയതെന്നും കഥയുണ്ട്. ശ്രീകൃഷ്ണൻ നരകാസുര നിഗ്രഹം നടത്തുമ്പോൾ തൻ്റെ ദുഃഖം ലോകത്തിൻ്റെ സുഖമായി തീരട്ടെ എന്ന് നരകാസുരൻ പ്രാർത്ഥിച്ചുവെന്നും കഥയുണ്ട്. നാം സ്വയം ദുഃഖിക്കുമ്പോഴും മറ്റുള്ളവർ സമാധാനത്തോടും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന സുചിന്തയുടെ പ്രതീകമായും ദീപങ്ങളെ കണക്കാക്കാം. ഇതുകൂടാതെ ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണ കുടുംബങ്ങളിൽ മഹാബലിയുമായി ബന്ധപ്പെട്ടാണ് ദീപാവലി ആഘോഷം നടക്കുന്നത്. വലിയ ചന്ദ്രനെ വരുത്തൽ എന്ന കർമ്മത്തിലൂടെ മഹാബലി പൂജ നടത്തി അദ്ദേഹത്തെ അവർ കളത്തിൽ വരുത്തും എന്നതാണ് സങ്കല്പം. അദ്ദേഹത്തിൻ്റെ രാജ്യം തിരികെ വരണമെന്ന പ്രാർത്ഥനയും ഈ ആചാരത്തിലുണ്ട്. മാത്രമല്ല, പൂജകൾക്ക് ശേഷം മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് തിരിച്ചയക്കുന്ന ചടങ്ങും അവർ അനുഷ്ഠിക്കും. ഇനി ജൈനമതക്കാരുടെ ഇടയിലെ ദീപാവലിയെക്കുറിച്ച് കഥയുണ്ട്. ജൈനമത സ്ഥാപകനായ വർദ്ധമാന മഹാവീരനെ അറിവിൻ്റെ വെളിച്ചമായിട്ടാണ് അവർ ആരാധിക്കുന്നത്. അദ്ദേഹം മരിച്ചുവെങ്കിലും ജൈനമതക്കാർ ഇപ്പോഴും ആ പ്രകാശത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ജൈനമതക്കാർ ദീപാവലി കൊണ്ടാടുന്നത്. പ്രകാശം തമോമയമായതെന്തും ഇല്ലാതാക്കും എന്ന തത്വത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ദീപാവലി ദിനത്തിൽ ശരീരശുദ്ധിയോടെ 9 തിരിയുള്ള നെയ്വിളക്ക് തെളിയിച്ച് മീനാക്ഷി പഞ്ചരത്നവും ഭവാനി അഷ്ടകവും ജപിക്കുന്നത് ഐശ്വര്യപ്രദമാണെന്നാണ് അവരുടെ വിശ്വാസം. വേറൊന്നാണ് പാണ്ഡവരുമായി ചേർന്ന് വരുന്ന കഥ. കൗരവരുമായി ചൂതാട്ടത്തിൽ പരാജയപ്പെട്ട് 12 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരികെ എത്തുന്ന പാണ്ഡവരുടെ മടങ്ങിവരവ് ആഘോഷിക്കുന്നതാണ് ദീപാവലി എന്നാണ് മറ്റൊരു വിശ്വാസം. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും മൂർത്തിരൂപമായ ലക്ഷ്മിദേവിയുമായും ഈ ആഘോഷത്തിന് ബന്ധമുണ്ട്. ലക്ഷ്മിദേവി സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സംഭവത്തെ സമുദ്ര മന്ദാൻ എന്ന് അറിയപ്പെടുന്നത്. വിഷ്ണുദേവനെ ഭർത്താവായി തിരഞ്ഞെടുത്ത് വിവാഹം കഴിച്ചതുമെല്ലാം ചേർന്നുള്ള കഥയാണ് മറ്റൊരു ഐതിഹ്യം. വിക്രമാദിത്യ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്ത വിക്രമ വർഷാരംഭ ദിനമായും ദീപാവലി ആഘോഷിക്കാറുണ്ട്. ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലുമെല്ലാം വ്യത്യസ്തത നിലനിൽക്കുമ്പോഴും ഇന്ത്യയിൽ ഇത് ദീപങ്ങളുടെ ആവലി അഥവാ
ദീപങ്ങളുടെ നീണ്ട നിരയെന്ന അർത്ഥമുള്ള ദീപാവലിയാണ്. ഉത്തരേന്ത്യയിലാണ് കെങ്കേമമായ രീതിയിൽ ഇത് ആഘോഷിക്കുന്നത്. ഇവിടുത്തെ ആഘോഷങ്ങൾ 5 ദിനങ്ങളിലായി നീണ്ടു നിൽക്കുന്നു. ആഘോഷങ്ങളുടെ തുടക്കം ധൻതേരസ് ദിവസമാണ്. വീടും സ്ഥാപനങ്ങളും അലങ്കരിച്ച് ധനലക്ഷ്മി പൂജ ചെയ്യുന്ന ദിവസമാണിത്. 2ാം ദിനത്തിലിത് നരക ചതുർദശിയായി കൊണ്ടാടുന്നു. 3ാം ദിവസത്തിൽ ലക്ഷ്മി പൂജയും കുബേര ആരാധനയും നടത്തും. കാർത്തിക പക്ഷത്തിലെ ശുക്ലപക്ഷത്തിലെ ആദ്യ ദിവസം ബലിപ്രതിപദ ആഘോഷിക്കും. മഹാബലിയെയും പത്നി വിന്ധ്യാവലിയെയും ഈ ദിവസം പൂജിക്കുന്ന ചടങ്ങുണ്ട്. ദീപാവലി ആഘോഷത്തിൻ്റെ 5ാം ദിനവും സമാപനവുമാണ് ഭാതൃദ്വിതീയ ബാഹുബീജ് ആഘോഷങ്ങളോടെ നടക്കുന്നത്.